ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലേക്ക് നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഈ വീഡിയോയിൽ നമ്മൾ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. ഈ ചോദ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ശേഷം നമ്മൾ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതും നിങ്ങൾ കാണണം. നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് ഓരോ പാഠത്തിലെയും. നമുക്ക് നോക്കാം. താജ്മഹൽ കാണാൻ കൊണ്ടുപോകാമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ മുതൽ അഖിൽ ചെയ്തത് എന്തെല്ലാം വിവരിക്കുക. അഖിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അഖിൽ താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം താജ്മഹലിൻ്റെ ചിത്രങ്ങൾ സമ്പാദിച്ചു. ഷാജഹാൻ്റെയും ഭാര്യ മുംതാസ് മഹലിൻ്റെയും കഥകൾ ശേഖരിക്കുകയും സ്കൂൾ വിട്ടു വന്ന അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ചു പറയുകയും ചെയ്തു. വേനൽ അവധിക്ക് താജ്മഹൽ കാണാൻ പോകുന്ന കാര്യങ്ങൾ തൻ്റെ സ്കൂളിലെ കൂട്ടുകാരോടും പറഞ്ഞു. അഖിലും അമ്മുവും താജ്മഹലിനെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ചിത്രങ്ങളും ശേഖരിച്ചിരുന്നു. ഇരുവരും ചേർന്ന് മനോഹരമായ ഒരു ആൽബവും ഉണ്ടാക്കി. ഇതൊക്കെയാണ് താജ്മഹൽ കാണാമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അഖിൽ ചെയ്ത കാര്യങ്ങൾ. ഓക്കെയാണല്ലോ. ഇത് പഠിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തൊരു ചോദ്യം. കടുത്ത വേനലിന് ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി. അല്ലേ, കടുത്ത വേനലിന് ശേഷം ഒരു മഴ പെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ലേ? മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും? നമ്മളോട് എഴുതി നോക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു സംഭാഷണമാണ് എഴുതേണ്ടത്. പലപ്പോഴും നമ്മുടെ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് കാണാം സംഭാഷണങ്ങൾ എഴുതാനുണ്ടാകും. അതുപോലെ തന്നെ വർണ്ണനകൾ ഉണ്ടാകും, താരതമ്യക്കുറിപ്പുകൾ ഉണ്ടാകും, ഉപന്യാസങ്ങൾ ഉണ്ടാകും. നമുക്കൊരു പാരഗ്രാഫ് തന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമുക്കിവിടെ സംഭാഷണം നോക്കാം. കാട് പറയും, കുറച്ച് നാളുകളായി എന്തൊരു ചൂടായിരുന്നു. ഞാനൊക്കെ വരണ്ടുണങ്ങി. പുഴകളും നീർച്ചാലുകളുമെല്ലാം വറ്റി വരണ്ടു. മരങ്ങളിൽ ഇലകളൊന്നുമില്ല. കാട്ടുമൃഗങ്ങൾക്ക് കുടിക്കാൻ പോലും ഞങ്ങളാകെ വിഷമിച്ചു. വെള്ളമില്ലായിരുന്നു. അപ്പോൾ മഴ പറയാം, ഇനി സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു. കാട്, ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞങ്ങൾ നിന്നെ കാത്തിരുന്ന് മടുത്തു. മഴ, എല്ലായിടത്തും ഞാൻ തന്നെ എത്തേണ്ടേ? സാരമില്ല, എപ്പോഴെങ്കിലും എത്താനായില്ലേ. കാട്, നിന്നെ കണ്ടപ്പോൾ തന്നെ ആശ്വാസമായി. നീ ഈ മരങ്ങളും വള്ളികളുമൊക്കെ നോക്കൂ. വേനൽ പുതപ്പിച്ച പൊടിയുടെ നരച്ച പുതപ്പ് അവയിൽ നിന്നും അഴിഞ്ഞു പോയിരിക്കുന്നു. എല്ലാവരുടെയും മുഖം തിളങ്ങുന്നത് കണ്ടോ? മഴ പറയുകയാണ്, നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമാകുന്നു. വേനൽ ചൂടിൽ ഉണങ്ങിക്കരിഞ്ഞ നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ എത്തിയത്. ഇനിയെല്ലാം നേരെയാകും. കാട്, ശരിയാണ്. ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് നീ പുനർജന്മം നൽകി. നോക്കൂ, ചെടികൾ എത്രമാത്രം ആഹ്ലാദത്തോടെയാണ് തലയാട്ടി നിൽക്കുന്നത്. വറ്റി വരേണ്ട പുഴകൾക്കും ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. കുന്നുകളിലും പുതുനാമ്പുകൾ കിളർത്തിയിരിക്കുന്നു. മഴ പറയാണ്, അതെ, ഞാൻ വന്നതോടെ എല്ലാവർക്കും പുതുജീവൻ കിട്ടി. ഇനി നീ കൂടുതൽ സുന്ദരിയായിരിക്കും. കാട് പറയാം, നന്ദി, നമുക്ക് വീണ്ടും കാണാം. ഇനി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവസാനത്തെ ചോദ്യമാണ്. ദൂരെ കിഴക്കു നിന്നെത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു. ഇതുപോലെ നിങ്ങളെ ആകർഷിച്ച ഒരു പ്രകൃതി ദൃശ്യം വർണ്ണനായി എഴുതും. ഇതുപോലെ നമ്മളോട് പ്രകൃതിയെക്കുറിച്ച് വർണ്ണിച്ച് എഴുതാനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രകൃതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കണം. അതെന്തായാലും നമ്മളോട് ഇടയ്ക്കൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഇതിനുള്ള ഉത്തരം നോക്കാം. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പച്ച നിറമുള്ള മലനിരകൾ. നമ്മളോട് വർണ്ണിച്ച് എഴുതാൻ പറയുമ്പോൾ നമ്മളിപ്പോൾ മലനിരകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ പച്ച നിറമുള്ള മലനിരകൾ എന്ന് മാത്രം എഴുതി വെക്കാം. പക്ഷേ ഇവിടെ എങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്? ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പച്ച നിറമുള്ള മലനിരകൾ. ആ മലനിരയെ നമ്മൾ എന്തെല്ലാം രീതിയിലാണ് വർണ്ണിച്ചിട്ടുള്ളത് അല്ലേ? ഇങ്ങനെ വേണം നമ്മൾ വർണ്ണനക്കുറിപ്പൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതിനെ ചുറ്റി പന്നിക്കെട്ടുകൾ പോലെ ഒഴുകി നീങ്ങുന്ന മേഘത്തുണ്ടുകൾ. ഇടയ്ക്കിടെ മേഘങ്ങൾ പല രൂപങ്ങളായി മാറുന്നു. മലനിരകളെ ചുറ്റി വെള്ളി അരഞ്ഞാണം പോലെ ഒഴുകുന്ന അരുവി. എന്ത് രസത്തിലല്ലേ ഇത് വർണ്ണിക്കുന്നത്? മേഘങ്ങളിൽ നിന്നും വെള്ളി നൂല് പോലെ മഴ ഇടയ്ക്കിടെ പൊഴിയുന്നു. സൂര്യരശ്മികൾ എത്തി നോക്കി കളിച്ച പോൽ മലനിരകൾക്ക് മുകളിൽ മനോഹരമായ മഴവില്ല് വിരിഞ്ഞു. ഓക്കെയാണല്ലോ വർണ്ണന. ഈ 3 ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആയിട്ട് നമ്മൾ ഈ ചാനലിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 5ാം ക്ലാസ്സിൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്